യൂറോ USDയിൽ January 9th ലണ്ടൻ സെക്ഷനിലുള്ള ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ഓക്കെ, യൂറോ USDയിൽ മന്ത്ലി ബയാസിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ മന്ത്ലി ബയാസിൽ ഡീലിംഗ് റേഞ്ച് ആണ്. ഡീലിംഗ് റേഞ്ച് ഇവിടെ വന്ന് തിരിച്ച് മുകളിലേക്ക് പോയി ഡീലിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആയി. അതൊന്ന് ക്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡൗൺഫാളാണ് കാണിക്കുന്നത്. ലോവർ ലോ, ലോ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത രീതിയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഷോർട്ട് ടൈം ഡ്രോൺ ലിക്വിഡിറ്റീസ് ഇതാ ഇവിടെ ഒരു IFEG, ഇവിടെ ഒരു IFEG ഉണ്ട്, 2 IFEGs ഉണ്ട്. IFEG ഇതാ, പിന്നെ ഒരു IFEG അത് ബാലൻസ്ഡ് BPR, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്, BPR ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയാം, അതിന് PPR എന്നും പറയാം. IFEG ബാലൻസ്ഡ് ആയതുകൊണ്ട് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്, ഇഫ് നോട്ട് ബാലൻസ്ഡ് തന്നെ IFEG. ഓക്കെ, ബാലൻസ്ഡ് ആയതുകൊണ്ട് ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ OB ഉണ്ട്. ഓക്കെ, ഇത് റേഞ്ചിങ് ആണ്. ഇതിനകത്ത് നമുക്ക് മന്ത്ലിയിലുള്ളൊരു CRT വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി CRT യൂറോ USD ഇതാണ് മന്ത്ലി CRT ഹൈ, CRT ഹൈ, ഇത് മന്ത്ലി CRT ലോ, മന്ത്ലി CRT ലോ. ഓക്കെ, സോറി, ഇതാണ് മന്ത്ലി CRT ലോ, താഴേക്ക് വന്നിട്ടില്ലല്ലോ. ഇതാണ് മന്ത്ലി CRT ആൻഡ് ഇത് മന്ത്ലി CRT ഹൈ. ബോഡി ബ്രേക്ക് ഒന്നും ആയിട്ടില്ല, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് CRT ഹൈ, മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത് FEGയിലേക്കാണ്. FEG ആണ് മന്ത്ലി FEG ആണ്. FEGയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു, എന്നിട്ട് റിവേഴ്സ് വന്നു. CRT ലോയിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയയിലാണ്, റേഞ്ചിൻ്റെ പ്രീവിയസ് റേഞ്ചിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലാണ്. സോ മന്ത്ലിയിൽ ഒരു ബീറിഷ് ബയാസ് ആണ്. ദെൻ കം ടു വീക്ക്ലിയിൽ വരുമ്പോൾ വീക്ക്ലിയിൽ ഒരു ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു റേഞ്ചായിട്ട് നടക്കുകയാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ MSS ആണ്. താഴോട്ടേക്ക് വന്ന് പിന്നെ ഇത് താഴോട്ടേക്ക് വരും എന്നുള്ള രീതിയിലാണ്. കാരണം വീക്ക്ലിയിലൊരു മന്ത്ലിയിലൊരു ബീറിഷ് ബയസ് ആണല്ലോ. അപ്പോൾ ആ ബീറിഷ് ബയസിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ബീറിഷ് ബയസ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ റേഞ്ചിങ് ആണ്, റേഞ്ചിങ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. എന്നാലും താഴോട്ടേക്ക് CRT ലോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മന്ത്ലി CRT ലോയിലേക്ക് വരാനുള്ള ഒരു മൂവ്മെൻറ്റ് വീക്ക്ലിയിലെ മൂവ്മെൻ്റ് ആയിട്ട് കാണാം. ഇനി വീക്ക്ലിയിൽ CRT നോക്കുകയാണെങ്കിൽ ഇതാണ് വീക്ക്ലിയിലെ CRT ഹൈ, സെയിം തന്നെയാണ് വീക്ക്ലിയിലെ CRT ലോ തന്നെയാണ്, മന്ത്ലിയിലെ CRT ലോ തന്നെയാണ് വീക്ക്ലിയിലെ CRT ലോ. അത് സെയിം തന്നെയാണ്, സെയിം എക്സിസ്റ്റ് ചെയ്യാണ്, സെയിം ആയിട്ട് തന്നെ. സോ ഇതിന് താഴോട്ടേക്ക് വീക്ക്ലി CRT ലോയിലേക്കുള്ള ഒരു വരവായിട്ടുള്ള രീതി തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു MSS ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ മന്ത്ലിയിലും വീക്ക്ലിയിലും ബീറിഷ് ബയാസ് ആണ്. അപ്പോൾ ഡെയിലിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഡെയിലിയിൽ അവിടെ വന്നിട്ട് നമുക്ക് റിവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു MSS എന്ന് പുതിയൊരു ലോ ഉണ്ടാക്കി, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി. ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഹൈ തന്നെയാണ് നിൽക്കുന്നത്. ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല, ബോഡി ബ്രേക്ക് കിട്ടണം. ഇത് സ്വീപ്പ് ചെയ്ത് പ്രീവിയസ് ഹൈ സ്വീപ്പ് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ CRT നോക്കുമ്പോൾ ഇത് നമ്മൾ എൻട്രി വരുന്ന ഫ്രൈഡേ ആണല്ലോ, ഫ്രൈഡേ മോർണിംഗ് ലണ്ടൻ സെക്ഷന്. അപ്പോൾ ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയത് ഇവിടെയായിരുന്നു. ഇത് ബോഡി ബ്രേക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ. നമുക്കിത് വരയ്ക്കാം. ഡെയിലി CRT കംപ്ലീറ്റ് ആയിട്ടില്ല, ഡെയിലി CRT ഹൈ, ഡെയിലി CRT ലോ. ഓക്കെ, മാനിപ്പുലേഷനൊക്കെ കഴിഞ്ഞ് പറഞ്ഞത് IFEGയിലായിരുന്നു. IFEGയിലേക്ക് മാനിപ്പുലേഷൻ. ഓക്കെ, ആൻഡ് ഇത് താഴേക്ക് വരുന്നുള്ള രീതിയിൽ. ഇപ്പോൾ 4 ഹവറിലേക്ക് മാറി നോക്കാം. 4 ഹവറിലേക്ക് നോക്കുമ്പോൾ 4 ഹവറിലും ഒരു താഴോട്ടേക്കുള്ള ഒരു ബീറിഷ് ബയാസസ് ആണ്. 4 ഹവറിന് നമുക്ക് 21 ആണ് ക്യാൻഡിൽ ഇവിടെ വരും. നമുക്ക് നോക്കാം. 21, 15,
21 ഇതാണ് 21ൻ്റെ ക്യാൻഡിൽ. ഓക്കെ, 21 ബ്രേക്ക് ചെയ്തു, CRT ബ്രേക്ക് ചെയ്തു, താഴോട്ട് വന്നു. നമുക്ക് നോക്കാം ഇവിടെ എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യം. ഡെയിലി CRT ബ്രേക്ക് ചെയ്തു, നോക്കാം ഇവിടെ വല്ല എൻട്രി നമുക്ക് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം. മാർക്ക് ചെയ്യാം, എന്തായാലും 9 o'clock മാർക്ക് ചെയ്യാം. അവർ CRT ലോ മാർക്ക് ചെയ്തു, 4 hour CRT ഹൈ മാർക്ക് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തു. ഇതിൻ്റെ ഈ OB $50 ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് 9:30 എന്തായിരിക്കും, 1:30 എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 1:30 നമുക്കൊരു ബ്രേക്ക് കിട്ടുമോ എന്നുള്ള കാര്യം. ബ്രേക്ക് കിട്ടിയിട്ടില്ല. ബ്രേക്ക് കിട്ടിയത് 2 o'clock ബ്രേക്ക് കിട്ടിയത്. 1 hourലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 1 hour 1 AM. ഓക്കെ, 1 AM ഇതാണ്, ഉള്ളിലാണ് ക്ലോസ് ചെയ്തത്. 2 AM വന്ന് താഴെ ക്ലോസ് ചെയ്തു, 1 AMൻ്റെ ഉള്ളിൽ തന്നെ ക്ലോസ് ചെയ്തത്. കുഴപ്പമില്ല, അത് കീ ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്തതായിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് CST. OB വരുന്നത് ഇതാണല്ലോ ബ്രേക്ക് ചെയ്തത്. OB വരുന്നത് ഇതാണ്. 15% ആണ് നമ്മുടെ എൻട്രി വരുന്നത്. OB ഇതാണ്. ഇത് മുകളിലേക്ക് അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുള്ളവർ നമുക്ക് നോക്കാം. ഇവിടെ ഏതാ കീ ലെവൽ എടുത്തേക്കുന്നതെന്ന് നോക്കട്ടെ. 4 hourൽ കീ ലെവൽ വേണം. ഈ OB, ഈ FEG. OB OBയിലേക്ക് വന്നില്ല, അത് FEG ആയിരുന്നു. 4 hourലപ്പോൾ ഒരു ഈ ഒരു FEG. ഇത് ഞാൻ പറഞ്ഞുതരാം, ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ എൻട്രി എടുത്ത സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത രീതികളാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു FEGയിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ കാണിച്ചു. ഇനി ഇത് നോക്കാം 50 minutes മുകളിലേക്ക് CST എപ്പോഴാണ് കിട്ടുന്നതെന്ന്. CST കിട്ടിയത് ഇതാ, ഇവിടെ നിന്ന് CST കിട്ടി. CST കിട്ടിയത് 2:45 CST. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇത് CST ആയി മാറ്റി 15%ലേക്കുള്ളൊരു ലോങ് എൻട്രിയാണ് തന്നെ നോക്കുന്നത്. അത് ഇവിടെ നിന്ന് നമുക്ക് 15% കിട്ടുമോ നോക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത് 15% തന്നെയാണ് നിൽക്കുന്നത്. 15% ഇവിടെ വെച്ചാൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 50% താഴേക്ക് 1:2 എവിടെ കിട്ടുമെന്ന് നോക്കാം. അതാണല്ലോ ഇവിടെ ആയിരിക്കുന്ന സെല്ല് 2. ഇവിടെ നിന്ന് എൻട്രി വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം. എൻട്രി വന്നു, അതവിടെ SL അടിച്ചു. ന്യൂസ് ആയിരുന്നു, മുകളിലേക്ക് പോയി, താഴോട്ട് വന്നു. ന്യൂസ് ആയിരുന്നു, താഴോട്ട് വന്നിട്ടാണ് മുകളിലേക്ക് പോയത്. ഓക്കെ, ഇവിടെ നിന്ന് SL അടിച്ചായിരുന്നു നമുക്കത്. ഇത് എൻട്രി കിട്ടിയില്ല. ഇതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഓൾട്ടർ ചെയ്തു. എൻ്റെ പ്രോസസ് സ്റ്റെപ്സ് എല്ലാം ഞാൻ ഓൾട്ടർ ചെയ്ത് എനിക്ക് അവിടെ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കറക്റ്റായിട്ടുള്ളൊരു വേ അല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു അവിടെ SL അടിച്ച്. കറക്റ്റായിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു എൻട്രി ഇല്ലായിരുന്നു. കാരണം ഇത് 50%ൻ്റെ നോക്കാം നമുക്ക്. CRTൻ്റെ 50% ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. 50% എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, ഇതാണല്ലോ CRT ഹൈ. ഹൈന്ന് CRT ലോ വരെ, ഇവിടെ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 50% വരെ ഓൾറെഡി എടുത്തു. ഇനി ഇതിൻ്റെ താഴത്തേക്കുള്ള രീതിയാണ് CRT. നമ്മുടെ അത് കഴിഞ്ഞു 50% വരെ. പിന്നെ 50% വരെയുള്ള എൻട്രി ആണെങ്കിൽ ഇവിടെ വരെ മാക്സിമം നോക്കുന്നുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ തന്നെ 1:2 ഇവിടെ നിന്ന് എൻട്രി വരുന്നത്.
ഓൾറെഡി എടുത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ ഞാനത് അൾട്ടർ ചെയ്തതായിരുന്നു. അൾട്ടർ ചെയ്തതുകൊണ്ട് ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലൊരു എൻട്രി വരുന്നില്ല. സോ ഇതൊരു ഫേക്ക് ചെയ്തിട്ടുള്ളൊരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി ആയതുകൊണ്ട് SL അടിച്ചു. ഇങ്ങനൊരു എൻട്രി ഒരിക്കലും എടുക്കാൻ പാടില്ല. ഒരു A+ സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. അടുത്ത വീഡിയോസിൽ നോക്കാം.